സംസ്ഥാനത്ത് മരുന്ന് ക്ഷാമം തുടരുന്നു. ജിഎസ്ടി നിലവിൽ വന്നതോടെയാണ് ആരോഗ്യമേഖലയിൽ പ്രതിസന്ധി ഉടലെടുത്തത്. സംസ്ഥാനത്ത് പകർച്ചപ്പനി പടർന്നു പിടിക്കുമ്പോഴും അവശ്യമരുന്നുകളുടെ ക്ഷാമം തുടരുന്നു. ജിഎസ്ടി നിലവിൽ വന്നതിനു ശേഷം അത്യാഹിത വിഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷനുകൾ, പനിക്ക് ഉപയോഗിക്കുന്ന ഓസൽട്ടാൻ ടാബ്ലറ്റ് ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ മരുന്നുകളും മെഡിക്കൽ സ്റ്റോറുകളിൽ കിട്ടാതായി. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയ്ക്കുള്ള മരുന്നുകൾ കിട്ടാതെ രോഗികൾ ദുരിതത്തിലായി. ജിഎസ്ടി നടപ്പിലാക്കിയതിനെ തുടർന്നുള്ള സാങ്കേതിക തടസ്സങ്ങളാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഇന്ന് പ്രോഡക്റ്റ് ബില്ല് ചെയ്യണച്ചിന് അതിൻ്റെ HSN കോഡ് വേണ്ടതുണ്ട്. ആ HSN കോഡ് കമ്പനിക്കാരെ അയച്ചു തരേണ്ടത്. അതിൽ കാലതാമസം വന്നിട്ടുണ്ട്. ഒക്കെ ജൂലൈ 1 ശേഷമാണ് ഇതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിലവിലുള്ള സ്റ്റോക്ക് വിൽക്കണമെങ്കിൽ റിവൈസ്ഡ് പ്രൈസ് സ്ട്രക്ചർ വരേണ്ടതുണ്ട്. അതിനും താമസം വന്നിട്ടുണ്ട്. മരുന്ന് വ്യാപാരികൾ ജിഎസ്ടിയെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും മരുന്ന് ക്ഷാമം പരിഹരിക്കാൻ മാസങ്ങൾ വേണ്ടിവരും. ജിഎസ്ടി നടപ്പിലാക്കുന്നതോടെ മരുന്നുകൾക്ക് വില കുറയുമെന്ന് അധികൃതർ അവകാശപ്പെട്ടിരുന്നെങ്കിലും മരുന്നുകളുടെ വില കുത്തനെ ഉയരുമെന്നാണ് മൊത്തവിതരണക്കാർ നൽകുന്ന സൂചന. ലിനിഷ പി കെ, റിപ്പോർട്ടർ, കോഴിക്കോട്.